ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ ഇപ്പം ഇടവേളയ്ക്ക് മുമ്പ് പറഞ്ഞിരുന്നത് ആൺപെൺ വ്യത്യാസത്തെക്കുറിച്ചായിരുന്നു. അതിൽ ശരിക്കും ഈ കൂർക്കം വലിക്ക് ആൺപെൺ വ്യത്യാസം ഉണ്ടോ? ആൺപെൺ വ്യത്യാസമുണ്ട്. ആണുങ്ങളിൽ തന്നെയാണ് ഇത് അധികമായിട്ട് കണ്ടുവരുന്നത്. ഏതാണ്ട് 2 മടങ്ങ് സ്ത്രീകളെ അപേക്ഷിച്ച് ആണുങ്ങളിൽ കൂർക്കം വലി കൂടുതലാണ്. കൃത്യമായ കാരണം അറിയില്ലെങ്കിലും പറയപ്പെടുന്ന ഒന്ന് ഹോർമോണൽ വ്യത്യാസങ്ങളാണ്. 2 അവരുടെ ശരീരഘടനയുടെ അവർക്ക് കൊഴുപ്പടിയുന്നത് കൂടുതൽ സെൻട്രൽ ഒബേസിറ്റി എന്ന് പറയും, നടുഭാഗങ്ങളിൽ അതുപോലെ കഴുത്തിലൊക്കെ ഒക്കെ കൊഴുപ്പടിയാനുള്ള സാധ്യത കൂടുതൽ. ഇങ്ങനെയുള്ള പല കാരണങ്ങളുകൊണ്ട് ആണുങ്ങളിൽ തന്നെയാണ് കൂടുതലായി കണ്ടുവരുന്നത്. പക്ഷേ സ്ത്രീകളിൽ ആർത്തവിരാമത്തിന് ശേഷം നല്ല ഒരു ശതമാനം പേരിൽ, അതായത് അതിന് മുമ്പുള്ളതിനെ ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അളവ് കൂടുതലാണ്. ഇപ്പം തൈറോയിഡ് ഉള്ള ആൾക്കാരിൽ ഇത്തരത്തിൽ കൂർക്കം വലി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ടോ? തൈറോയിഡ്, ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡ് ഹോർമോണിന്റെ പ്രവർത്തനം കുറയുന്ന അവസരങ്ങളിൽ ഈ അവസ്ഥ കണ്ടുവരാറുണ്ട്. അതിന് പ്രത്യേകിച്ച് എന്തൊക്കെയാണ് ചികിത്സ വേണ്ടി വരുന്നത്? ഒന്ന്, തൈറോയിഡ് ഉള്ളവരിൽ നാക്കിന്റെ വലിപ്പം കൂടുകയും മാക്രോഗ്ലോസിയ അതുവഴി വീണ്ടും ശ്വാസതടസ്സം വന്നാണ് ഇങ്ങനെ വരാനുള്ള സാധ്യത കൂടുതൽ. ഹോർമോണിന്റെ പ്രവർത്തനം ശരിയാക്കാനായിട്ട് നമ്മൾ അധികവും ഹോർമോണൽ ചികിത്സകൾ, തൈറോയിഡ് ഹോർമോൺ കൊടുത്ത് അളവ് ശരിയാക്കുകയാണ് ചെയ്യുക. പിന്നീട് അത് വിഷമങ്ങൾ കൂടുതലാണെങ്കിൽ നമുക്ക് മറ്റ് ചികിത്സാ രീതികളെ പറ്റി ആലോചിക്കേണ്ടി വരും. കുട്ടികളിൽ സാധാരണയായിട്ട് കൂർക്കം വലി ഉണ്ടാകാറുണ്ടോ? കുട്ടികളിലും കാണാറുണ്ട്. പക്ഷേ കുട്ടികളിൽ കൂടുതലായി ഇതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ടോൺസിൽ, ഇടയ്ക്കിടയ്ക്ക് ടോൺസിലൈറ്റിസ് വന്നിട്ട് ടോൺസിൽ വീർത്തിരിക്കുക, അഡിനോയിഡ്സ് കുട്ടികളിൽ സാധാരണ കാണാറുള്ള, മുമ്പ് പറഞ്ഞതുപോലെ പാലത്തിൻ്റെ വളവ്, പിന്നെ എന്തെങ്കിലും ജനിതകമായ തകരാറുകൾ, ഇവയൊക്കെയാണ് കുട്ടികളിൽ കൂടുതലായി കണ്ടുവരാറുള്ളത്. പക്ഷേ അവർക്കും കൂർക്കം വലി ഉണ്ടാകുകയും ഉറക്ക തടസ്സം ഉണ്ടാകുകയും ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്തെന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് ചികിത്സിക്കാവുന്ന ഒരു വിഭാഗമാണ്, തരത്തിലാണ് കുട്ടികളിൽ സാധാരണ കാണാറുള്ളത്. ഒരു കോളൂടെ ഉണ്ട് ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, പറഞ്ഞോളൂ. എന്റെ പേര് സുരേഷ് എന്നാണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത് സുരേഷ്? ഞാൻ വിളിക്കുന്നത് ചാത്തന്നൂര്. ഡോക്ടറോട് ചോദിച്ചോളൂ. ചാത്തന്നൂർ, കൊല്ലത്തിനടുത്ത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. അല്ല, ഇതിന് ക്ലിനിക്കലായിട്ടുള്ള ഒരു റെമഡി എന്താ ഈ കൂർക്കം വലി എന്ന് പറയുന്ന സംഗതിക്ക്? കൂർക്കം വലി എന്തുകൊണ്ടുണ്ടാകുന്നു എന്നതിനെ ആസ്പദമാക്കിയിരിക്കും അതിൻ്റെ റെമഡി. അതായത് ഇപ്പൊ പറഞ്ഞല്ലോ, പലവിധം കാരണങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പൊ അമിത വണ്ണം ഉള്ളവരാണെങ്കിൽ നമുക്ക് വണ്ണം കുറയ്ക്കുന്നത് വഴി, അതായത് ഒരു പെർസെൻറ്റേജ് വണ്ണം കുറയുകയാണെങ്കിൽ 2% ഞാൻ മുമ്പേ പറഞ്ഞ ആപ്നിയ ഹൈപ്പാപ്നിയ ഇൻഡെക്സ്, അതായത് 1 മണിക്കൂറിൽ എത്ര തവണ കൂർക്കം വലിക്കുന്നു എന്നുള്ളത് കുറയ്ക്കാൻ സാധിക്കും. മരുന്നുകൾ അത്ര തന്നെ ഫലപ്രദമല്ല. ചില മരുന്നുകൾ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത്ര തന്നെ ഫലപ്രദമല്ല. ഈ കൂർക്കം വലി എന്ന് പറയുന്നത് ശരിക്കും ഒരു മനുഷ്യന്റെ ശാരീരികാവസ്ഥയുടെ കുഴപ്പങ്ങൾ കൊണ്ടാണോ ഉണ്ടാവുന്നത്, അതോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും കൂർക്കം വലിയെ സപ്പോർട്ട് ചെയ്യും? അങ്ങനെ ഒരു മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ട് അത്രയും കൂർക്കം വലി അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ല. മാനസികമായ പ്രശ്നങ്ങളുമായി അധികം ബന്ധമില്ല, ശാരീരികമായ പ്രശ്നങ്ങൾ തന്നെ. രോഗമാണോ ശരിക്കും കൂർക്കം വലി? എല്ലാ കൂർക്കം വലിയും രോഗമല്ല. കൂർക്കം വലി നമ്മളിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുക, ഞാൻ പറഞ്ഞല്ലോ, ഉറക്കത്തെ തടസ്സപ്പെടുത്തുക, അതുപോലെ തന്നെ ക്ഷീണം ഉണ്ടാകുക, നമുക്കത് മൂലം ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് അതിന് രോഗാവസ്ഥ എന്ന് പറയുന്നത്. അത് പറയുന്നത് നമ്മൾ 1 മണിക്കൂറിൽ എത്ര തവണ ടെസ്റ്റുകൾ വഴി ചെയ്യുന്നു എന്നുള്ള ടെസ്റ്റുകൾ വഴി കണ്ടുപിടിച്ചിട്ടാണ്. ഈ ശരിക്കും ശരീരത്തിൽ നമ്മൾ പറയാറുള്ള, ഈ ആയുർവേദത്തിലൊക്കെ പറയാറുള്ള ത്രിദോഷങ്ങൾ എന്ന് പറയാറുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, വാത പിത്ത കഫം നമ്മൾ പറയാറുള്ള സംഗതി. ഇത് ഈ കഫത്തിന്റെ ഒരു എത്രത്തോളം കൂർക്കം വലിയെ ത്വരിതപ്പെടുത്തും, കൂട്ടും? കഫക്കെട്ടുമായി കൂർക്കം വലിക്ക് അധികം തന്നെ ബന്ധമില്ല. ഞാൻ പറഞ്ഞല്ലോ, അലർജി, മൂക്കിന്റെ പാലത്തിന്റെ വളവ്, അങ്ങനെയുള്ള അവസ്ഥയിൽ വിട്ടുവിട്ട് കഫക്കെട്ടുണ്ടാകുന്ന, അല്ലാതെ നേരിട്ട് കൂർക്കം വലിയുമായി കഫക്കെട്ടിന് ബന്ധമില്ല. ഡോക്ടർ, ഇതിലെ പരിശോധനകളെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ, അത് ഏതൊരു ഘട്ടത്തിലാണ് നമുക്ക് പരിശോധനയ്ക്കായിട്ട് നിർദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ രോഗലക്ഷണങ്ങൾ ഇന്നതൊക്കെയാണ്. അങ്ങനെയുള്ള വിഷമതകൾ പറയുന്ന ഒരാളിനെ നമുക്കത് ഗ്രേഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അത് തരംതിരിച്ചിരിക്കുന്നത്? കുറച്ച് സ്കോറുകളുണ്ട്. ഈ 1 മണിക്കൂറിൽ തന്നെ 5 മുതൽ 10 വരെ തവണ ഉറക്ക തടസ്സം വരികയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അതുപോലെ തന്നെ അത് അതിൽ കൂടുതലാണെങ്കിൽ, 30-ൽ കൂടുതലാണെങ്കിൽ വളരെ അധികമാണ്. ആളെ ഉറപ്പായിട്ടും ചികിത്സിക്കണം, ടെസ്റ്റുകൾ എല്ലാം തന്നെ ചെയ്തിരിക്കണം.
അപ്പം നമ്മൾ ആദ്യം ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ENT പരിശോധനകളിൽ ഈ പറഞ്ഞ മുപ്പാലത്തിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെയ്യുക. ബ്ലഡ് ടെസ്റ്റുകൾ വഴി തൈറോയിഡ് അതൊക്കെ നോക്കുക. പിന്നീട് ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഈ പോളിസോംനോഗ്രാഫി എന്ന് പറഞ്ഞ പരിശോധന നമ്മൾ ചെയ്യേണ്ടതാണ്. അതിന് എത്ര മണിക്കൂർ നമ്മൾ പരിശോധന റൂമിൽ നമ്മൾ ചെലവഴിക്കേണ്ടതുണ്ട്? സാധാരണ ഒരാൾ ഉറങ്ങുമ്പോൾ നമ്മൾ ആ മെഷീൻ്റെ കുറച്ച് വയറുകൾ ഘടിപ്പിച്ച് അപ്പോൾ ശരീരത്തിൽ എന്തൊക്കെ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു അതനുസരിച്ചാണ് ഈ പരിശോധന ചെയ്യുന്നത്. ചുരുങ്ങിയതൊരു 4 മണിക്കൂറെങ്കിലും ആ പരിശോധന ചെയ്യാതെ നമുക്കൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റായി മാത്രമേ ഈ പരിശോധന നടത്താനായിട്ട് കഴിയുള്ളൂ എന്ന് മാത്രം പറയാൻ പറ്റില്ല. നമുക്ക് സാധാരണ ഉറക്കമാണ് വേണ്ടത്. മിക്ക ആശുപത്രികളിലും സ്ലീപ്പ് ലാബുകൾ ഇപ്പം ഉണ്ട്, അവിടെ ചെയ്യാൻ സാധിക്കും. പക്ഷേ നമുക്കൊരു നോർമൽ ഉറക്കം കിട്ടാൻ വേണമെങ്കിൽ ഈ വീട്ടിലെ നോർമൽ ഉറക്കത്തിൽ ഈ മെഷീൻ ഘടിപ്പിച്ച് ചെയ്യാവുന്നതാണ്. ലളിതമായ ടെസ്റ്റാണ്. കൂർക്കം വലിക്ക് പാരമ്പര്യത്തിൻ്റെതായിട്ടുള്ള ഒരു സ്വാധീനം കാണുന്നുണ്ടോ? പാരമ്പര്യത്തിന് സ്വാധീനമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, അമിതവണ്ണമാണ് ഇതിൻ്റെ പ്രധാന കാരണം. അമിതവണ്ണം തന്നെ പാരമ്പര്യവുമായി നല്ലവണ്ണം ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ജനിതകമായി നമ്മളുടെ ശരീരഘടന ഒരു ജനിതകമായ കാരണം അതിലുണ്ട്. നമ്മുടെ കഴുത്തിൻ്റെ വലിപ്പം, അതുപോലെ തന്നെ താടിയലിൻ്റെ ഘടന, അങ്ങനെയുള്ള പല കാരണങ്ങളും ഓരോരുത്തരായി ചിലപ്പോൾ പാരമ്പര്യ ഘടകങ്ങൾ അതിലുണ്ടാവാം, അങ്ങനെ വരാം. പിന്നെ ജനിതകമായ അസുഖങ്ങൾ, ഡൗൺസ് സിൻഡ്രോം, അങ്ങനെ അക്കോൺഡ്രോപ്ലേസിയ, അങ്ങനെ ചില അസുഖങ്ങളിലും ഈ അവസ്ഥ കണ്ടുവരും. ഡോക്ടർ, കഴുത്തിലെ പേശികൾക്കുണ്ടാകുന്ന അയവ് കൂർക്കം വലിക്ക് കാരണമായിട്ട് പറയുന്നുണ്ട്, അത് എത്രമാത്രം ശരിയാണ്? കഴുത്തിലെ പേശികൾക്ക് നമ്മൾ നോർമലായി ഉറങ്ങുമ്പോൾ തന്നെ കഴുത്തിലെ പേശികളുടെ ബലം കുറയുകയും ശ്വാസനാളത്തിന് സ്വല്പം വികാസം കുറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള രോഗികളിൽ ഈ കൊഴുപ്പ് അധികമായി അടിയോ അല്ല എന്തെങ്കിലും കാരണവശാൽ ആ തടസ്സം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം എന്ത് കാരണം കൊണ്ടാണ് എന്ന് കണ്ടുപിടിച്ച് അത് ചികിത്സിക്കുകയാണ് വേണ്ടത്. പിന്നെ ഉള്ള ഒരു മെഡിക്കൽ ചികിത്സാ രീതിയാണ് ഈ CPAP എന്ന് പറയുന്നത്. ആ ചികിത്സാ രീതി ഒന്ന് വിശദീകരിക്കാമോ? CPAP എന്ന് പറയുന്നത് ഒരു മെഷീനാണ്. അതായത് നമ്മൾ അത് ശരീരത്തിലേക്ക് അത് മാസ്ക് വഴി മുഖത്തേക്കോ അല്ലെങ്കിൽ മൂക്കിൽ നേരിട്ടോ വെക്കാൻ പറ്റും. അത് ആ മെഷീൻ ഘടിപ്പിച്ച് ഉറങ്ങുമ്പോൾ അതിൽ നിന്ന് ആ പ്രഷർ വഴി നമ്മളുടെ ആ ശ്വാസനാളത്തിലെ തടസ്സം മാറുകയും അതുകൊണ്ടുള്ള വിഷമതകൾ കുറയുകയും ചെയ്യും. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പം മൗത്ത് ഗാർഡുകൾ അത് കൂർക്കം വലി തടയാൻ എത്രത്തോളം ഫലപ്രദമാണ്? ഞാൻ പറഞ്ഞല്ലോ, മെഡിക്കൽ ചികിത്സാ രീതികളും ഉണ്ട്, സർജിക്കൽ ചികിത്സാ രീതികളും ഉണ്ട്. അപ്പോൾ മെഡിക്കൽ ചികിത്സാ രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് CPAP. പിന്നെ ചിലവരിൽ ഘടനാ വ്യത്യാസങ്ങളുണ്ടല്ലോ, നമുക്ക് അല്ലെങ്കിൽ താടിയലിൻ്റെ വ്യത്യാസം, നമ്മുടെ അണ്ണാക്കിൻ്റെ വ്യത്യാസം, അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഡെൻറ്റൽ സർജൻസ് ഇതുപോലുള്ള ചെറിയ അപ്ലയൻസസ് വെച്ച് ഇപ്പം താടിയൽ ഉയർത്തുകയും അണ്ണാക്കിൻ്റെ ഘടന കുറച്ച് മാറ്റുകയും ഒക്കെ ചെയ്താൽ ചെറിയ കേസുകളിൽ കുറച്ചൊക്കെ ഫലപ്രദമാകാം. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ഹലോ, ഡോക്ടർ ലൈവാണ്, പറഞ്ഞോളൂ. മാഡം, ഞാൻ നെടുമങ്ങാട് വിളിക്കുകയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. എനിക്ക് നല്ല രീതിയിലുള്ള കൂർക്കം വലിയുണ്ടേ. പറഞ്ഞോളൂ. അപ്പൊ അത് എന്തെങ്കിലും പ്രോബ്ലം ആണോ മാഡം? എന്തെങ്കിലും ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യതയുണ്ടോ? എത്ര കാലമായിട്ടുണ്ട് ഇത്? ഒരു ഏകദേശം 1-2 വർഷം കൊണ്ടുണ്ട്. കൂർക്കം വലി അമിതമായിട്ട് ഇതുപോലെ രാത്രിയിൽ ശ്വാസം ഇടയ്ക്ക് നിന്നു പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ? അതെ, വേറെ പ്രശ്നമൊന്നുമില്ല. രാത്രിയിൽ കിടക്കുമ്പോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും. അത് ടെസ്റ്റുകൾ വഴിയേ പറയാൻ പറ്റുള്ളൂ പ്രശ്നമുള്ളതാണോ അല്ലയോ എന്ന്. പക്ഷേ അമിതമായ കൂർക്കം വലി ഉള്ളവർക്ക് ഭാവിയിൽ പ്രഷർ, അതുപോലെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ഹാർട്ട് അറ്റാക്ക്, ഇടുപ്പിനുള്ള വ്യതിയാനം, അങ്ങനെയുള്ള വിഷമങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. സ്ട്രോക്ക് പരിശോധിച്ച് വേണ്ട ചികിത്സകൾ ചെയ്യുകയായിരിക്കും നല്ലത്. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് ഇപ്പം ചികിത്സയെക്കുറിച്ചും പരിശോധനകളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. കൂർക്കം വലി നമുക്ക് വരാതിരിക്കാനായിട്ട് പ്രതിരോധ മാർഗങ്ങൾ എന്തെങ്കിലും? പ്രതിരോധ മാർഗങ്ങൾ ഉള്ളത്, ഒന്ന് അമിതവണ്ണക്കാരിലാണല്ലോ. നമുക്ക് ശരിയാക്കാവുന്ന ഘടകങ്ങളുള്ളത് അമിതവണ്ണക്കാരിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. അപ്പം അമിതവണ്ണം കുറയ്ക്കുക. പിന്നെ
കൂർക്കംവലി തൈറോയിഡിന്റെ പ്രശ്നങ്ങളാണെങ്കിൽ അതിനെ ചികിത്സിച്ച് ഭേദമാക്കുക. പ്രതിരോധ മാർഗങ്ങൾ ഇത് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അമിതവണ്ണം കുറയ്ക്കുക. ഉള്ളവരിൽ പ്രശ്നം ഗുരുതരമാകാതിരിക്കാൻ ചെയ്യാവുന്ന ചെറിയ കാര്യങ്ങൾ, ഒന്ന് തല പൊക്കിക്കിടക്കുക, തലയണ വെച്ചോ അല്ലെങ്കിൽ തലയുടെ ഭാഗം പൊക്കിക്കിടക്കുക, ചെരിഞ്ഞു കിടക്കുക. ആ അവസ്ഥകളിൽ ഈ ഏത് വശത്തോട്ട് ചെരിഞ്ഞു കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്? അത് വ്യത്യാസമില്ല. ചെരിഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ ആ ശ്വാസനാളത്തിന് കുറച്ചുകൂടി അയവ് വന്നിട്ട് ആ കൂർക്കംവലിയുടെ പ്രശ്നം കുറച്ച് കുറവായിരിക്കും. പിന്നെ മദ്യപാനം കൊണ്ട് അല്ല ഇത് വരിക, പക്ഷെ മദ്യപാനികളിൽ ഈ വിഷമം അധികമായിട്ട് എടുത്ത് കാണിക്കുന്നത് മദ്യപാനം, ഉറക്ക ഗുളികൾ അങ്ങനെയുള്ളവ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതൊക്കെ ഈ രീതികളൊക്കെ ഫലപ്രദമാകാതെ വരുമ്പോൾ മറ്റുള്ള ചികിത്സാ രീതികളിലേക്ക് കടക്കേണ്ടി വരും. ഇപ്പം പുകവലിക്കുന്ന ആൾക്കാരിൽ കൂർക്കംവലി കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ടോ? പുകവലിയും കൂർക്കംവലിയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഇതുവരെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മദ്യപാനം ഉള്ളവരിൽ ഇത് അധികമായി കാണാറുണ്ട്. ഡോക്ടർ ലൈവിൻ്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചെസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ രേഖ പി ആണ് ഇന്ന് ഡോക്ടർ ലൈവിൽ പങ്കെടുത്തത്. നന്ദി, നമസ്കാരം.